CMDRF കണക്കുകളിൽ ഹൈക്കോടതിയിലും ഒളിച്ചുകളിച്ച് സംസ്ഥാന സർക്കാർ. കോടതിയെ അറിയിച്ചത് വയനാട് ദുരിതം മുൻനിർത്തിയുള്ള പിരിവിനെക്കുറിച്ച് മാത്രം. പ്രളയ കോവിഡ് കാല സംഭാവനകളിൽ നിന്നുള്ള 250 കോടിയുടെ നീക്കിയിരിപ്പിനെക്കുറിച്ച് മൗനം പാലിച്ച് സർക്കാർ. വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നു. പ്രജിത്ത്, സ്ഥിരമായ ചില പല്ലവികളാണ്. കാരണം ദുരിതാശ്വാസ നിധിയിലേക്ക് എപ്പോഴും സംഭാവനകൾ പിരിക്കുമ്പോഴും കൃത്യമായ കണക്കുകൾ അല്ലെങ്കിൽ ഈ സംഭാവന ലഭിച്ച തുകകൾ കൃത്യമായി അർഹരായവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കെയാണ് ഇപ്പോൾ CMDRF കണക്കുകളിൽ ഹൈക്കോടതിയിലും സർക്കാരിന്റെ ഒരു ഒളിച്ചുകളി ഉണ്ടായിരിക്കുന്നത്. ഈ CMDRF കണക്കുകളിൽ എത്രത്തോളം വ്യക്തതയുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും നേരത്തെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളെല്ലാം നമുക്കറിയാം. CMDRF ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തട്ടിപ്പുകളെ പറ്റിയൊക്കെയുള്ള അന്വേഷണങ്ങളും മറ്റുമൊക്കെ ഒരുപാട് ചർച്ചയായതാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിലുള്ള തുകയെ പറ്റി വ്യക്തമാക്കുന്നതിനിടയിലാണ് CMDRFനെ കുറിച്ചുള്ള കണക്കുകളും സംസ്ഥാന സർക്കാർ കോടതിയിൽ അവതരിപ്പിക്കേണ്ടി വന്നത്. ഇതിൽ സർക്കാർ പറയുന്നത് 682 കോടിയുടെ കണക്കിനെ പറ്റി മാത്രമാണ്. അതായത് ഈ വയനാട് ദുരന്തമുണ്ടായ ശേഷം ഈ CMDRFിലേക്ക് വന്ന തുകയുടെ കാര്യം മാത്രമാണ് സർക്കാർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കിയത്. അതിനു മുൻപ്, അതായത് കോവിഡ് കാലത്തും പ്രളയകാലത്തും ഇതേ രീതിയിലുള്ള പിരിവുകൾ നടന്നിരുന്നു. അന്ന് വന്നിരുന്ന തുകയിൽ നിന്ന് ഇപ്പോഴും സർക്കാരിൻ്റെ നീക്കിയിരിപ്പായി ഈ CMDRF ഫണ്ടിലുള്ള തുകയെപ്പറ്റി സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു വിവരവും ഹൈക്കോടതിയിൽ നൽകിയിട്ടില്ല. അതാണ് ഒരു ആശയമായിട്ടുള്ളൊരു വിഷയമായി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തുക കൂടി കണക്കിലെടുക്കുമ്പോൾ CMDRFിലുള്ള നിലവിലുള്ള തുക എന്ന് പറയുന്നത് ഏതാണ്ട് 926 കോടിയോളമാകും. അപ്പോൾ എന്തുകൊണ്ട് സർക്കാർ ഈ കണക്ക് പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ CMDRFിലെ ഏറ്റവും പുതിയ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഇപ്പോൾ വയനാട് ദുരന്തത്തിന് ശേഷം 683.6 കോടി രൂപയാണ് സർക്കാരിലേക്ക് അല്ലെങ്കിൽ CMDRFിലേക്ക് എത്തിയത്. അതിൽ ചെലവഴിച്ചതാകട്ടെ വെറും 7.65 കോടി മാത്രം. മുൻ കണക്കുകളിലേക്ക് പോകുമ്പോഴാണ് കോവിഡ് കാലത്ത് 1129.74 കോടി വന്നു. അതിൽ 1111.15 കോടി ചെലവഴിച്ചു. 2018-ലും 2019-ലെയും പ്രളയകാലത്തായി 4970.29 കോടി വരുമ്പോൾ അതിൽ 4738.77 കോടി മാത്രം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെ കോവിഡ് കാലത്തും ഈ പ്രളയകാലത്തുമായി സർക്കാരിൻ്റെ CMDRFിലേക്ക് വന്ന തുകകളുടെ ചെലവഴിച്ചതിൽ നിന്ന് ബാക്കിയുള്ളത് 250.11 കോടി രൂപയാണ്. ഈ 250.11 കോടിയും നിലവിൽ ഈ വയനാട് ദുരന്തത്തിന് ശേഷം വന്ന തുകയിൽ നിന്ന് ചെലവഴിച്ചത് ബാക്കിയുള്ള 675.95 കോടി കൂടി ചേരുമ്പോൾ 926.06 കോടി രൂപ അത് സർക്കാരിൻ്റെ കൈവശം CMDRFിൻ്റെ രൂപത്തിലുണ്ട്. ഈ തുകയെപ്പറ്റി കൃത്യമായ വിവരങ്ങൾ കോടതിയിൽ ധരിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ചെയ്തു എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുന്നു. പ്രത്യേകിച്ച് 250 കോടി രൂപ ഈ രീതിയിൽ സർക്കാരിൻ്റെ കൈവശമുണ്ടെങ്കിൽ, കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പണം ചെലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പണത്തെ പറ്റിയുള്ള ചർച്ചകളിലേക്ക് സർക്കാർ പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വലിയ ചോദ്യമാണ് ദേവിക ഇപ്പോഴും ബാക്കിയാക്കുന്നത്.